ഹരേ കൃഷ്ണ. ഇന്ന് നമുക്ക് പുരാണത്തിൽ നിന്നൊരു കഥ കേട്ടാലോ? ഇത് മഹാഭാരത കാലഘട്ടത്തിലെ ഒരു കഥയാണ്. പാണ്ഡു രാജാവിന്റെ പുത്രന്മാരായിരുന്നു യുധിഷ്ഠിരൻ, ഭീമൻ, അർജുനൻ, നകുലൻ, സഹദേവൻ എന്നിങ്ങനെ. ഇവർ പാണ്ഡവർ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. പാണ്ഡവരിൽ വെച്ച് ഏറ്റവും ശക്തൻ ഭീമനായിരുന്നു. പക്ഷേ തന്റെ കരുത്തിൽ ഭീമന് വലിയ അഹങ്കാരമുണ്ടായിരുന്നു. ലോകത്തിൽ തന്നെ പോലെ ശക്തനായ മറ്റാരുമില്ലെന്ന് ഭീമൻ വിശ്വസിച്ചിരുന്നു. ഭീമന്റെ ഈ അഹങ്കാരം അദ്ദേഹത്തിന് തന്നെ ദോഷകരമാവുമെന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ അറിയാമായിരുന്നു. അതിനാൽ ഭീമന്റെ ഗർവ് അവസാനിപ്പിക്കാനായി ഭഗവാൻ ഒരു തന്ത്രം പ്രയോഗിച്ചു. ഒരിക്കൽ ഭീമൻ കാട്ടിലൂടെ നടന്നു പോകുമ്പോൾ വഴിയിൽ എന്തോ തടയുന്നതായി തോന്നി. സൂക്ഷിച്ചു നോക്കിയപ്പോൾ അതൊരു കുരങ്ങന്റെ വാലാണെന്ന് മനസ്സിലായി. ആ വാലിനറ്റത്ത് നോക്കിയപ്പോൾ ഒരു വയസ്സായ കുരങ്ങൻ മരച്ചുവട്ടിൽ ഇരിക്കുന്നത് ഭീമൻ കണ്ടു. ആ കുരങ്ങന്റെ വാലാണ് വഴിയിൽ കിടക്കുന്നത്. അഹങ്കാരത്തോടെ ഭീമൻ കുരങ്ങനോട് പറഞ്ഞു, ഏയ് വാനര, എന്റെ വഴിയിൽ നിന്ന് നിന്റെ വാൽ മാറ്റൂ. എനിക്ക് മുൻപോട്ട് പോകേണ്ടതുണ്ട്. ആ വാനരൻ പതുക്കെ ഭീമന്റെ നേരെ തിരിഞ്ഞു പറഞ്ഞു, ഞാൻ വളരെ വയസ്സായ ഒരു കുരങ്ങനാണ്. എനിക്ക് അസുഖവുമാണ്. എന്റെ വാൽ അനക്കാൻ പോലും എനിക്ക് ശക്തിയില്ല. നീ വലിയ ശക്തിശാലിയാണെന്ന് തോന്നുന്നുവല്ലോ. ദയവായി എന്റെ വാൽ ഒന്ന് മാറ്റിയിട്ട് നീ മുന്നോട്ട് പോയിക്കോളൂ. ഇത് കേട്ടപ്പോൾ ഭീമന് ദേഷ്യം വന്നു. നിന്റെ വൃത്തികെട്ട വാലിൽ തൊടാൻ എനിക്ക് സൗകര്യമില്ല. വേഗം വഴിയിൽ നിന്ന് വാൽ മാറ്റൂ എന്ന് ഭീമൻ ആക്രോശിച്ചു. അപ്പോൾ വാനരൻ പറഞ്ഞു, സഹോദര, ഞാൻ വളരെ ക്ഷീണിതനാണ്. എനിക്ക് എന്റെ വാൽ അനക്കാൻ കഴിയില്ല. നിന്റെ ഗദ ഉപയോഗിച്ച് അതൊന്ന് നീക്കിവെക്കൂ. ഭീമൻ ചോദിച്ചു, എന്റെ ഗദ തട്ടി നിന്റെ വാൽ മുറിഞ്ഞു പോയാലോ? അപ്പോൾ വാനരൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എന്റെ വാൽ മാറ്റാൻ ശ്രമിക്കുമ്പോൾ നിന്റെ ഗദ പൊട്ടിപ്പോയാലോ? ഇത് കേട്ട ഭീമന് വല്ലാത്ത ദേഷ്യം വന്നു. ആ കുരങ്ങൻ തന്നെ കളിയാക്കുകയാണെന്ന് ഭീമന് തോന്നി. അഹങ്കാരം മൂത്ത ഭീമൻ തന്റെ ഗദ ഉപയോഗിച്ച് ആ വാൽ തട്ടിമാറ്റാൻ ശ്രമിച്ചു. പക്ഷേ വാൽ ഒരൽപ്പം പോലും അനങ്ങിയില്ല. പിന്നീട് ഭീമൻ ഗദ വാലിനടിയിൽ വെച്ച് ഉയർത്താൻ നോക്കി. എന്നിട്ടും വാൽ അനങ്ങിയില്ല. തന്റെ സർവ്വശക്തിയുമെടുത്ത് ഭീമൻ ശ്രമിച്ചു. പക്ഷേ വാലിന് യാതൊരു അനക്കവുമില്ല. മാത്രമല്ല, ഭീമന്റെ ഗദ വാലിനടിയിൽ കുടുങ്ങിപ്പോവുകയും ചെയ്തു. ഇതൊരു സാധാരണ കുരങ്ങനല്ല എന്ന് ഭീമന് മനസ്സിലായി. തന്റെ മുഴുവൻ ശക്തി ഉപയോഗിച്ചിട്ടും ആ വാൽ അനക്കാൻ സാധിച്ചില്ലല്ലോ എന്നോർത്ത് ഭീമൻ ലജ്ജിച്ചു. ഉടനെ തന്നെ ഭീമൻ ആ വാനരന്റെ കാൽക്കൽ വീണു മാപപേക്ഷിച്ചു. അങ്ങ് ഒരു സാധാരണ വാനരനല്ല. അങ്ങ് ആരാണെന്ന് ദയവായി പറഞ്ഞു തന്നാലും. അപ്പോൾ വാനരൻ പറഞ്ഞു, ഞാൻ ശ്രീരാമഭക്തനായ ഹനുമാനാണ്. ഇത് പറഞ്ഞ ഉടനെ ഹനുമാൻ സ്വാമി തന്റെ വിശ്വരൂപം ഭീമന് കാണിച്ചു കൊടുത്തു. ഭീമൻ ഭക്തിയോടെ ഹനുമാനെ വണങ്ങി പറഞ്ഞു, ഹേ മഹാബലി, എന്നോട് ക്ഷമിക്കൂ. അങ്ങയെ തിരിച്ചറിയാൻ എനിക്ക് സാധിച്ചില്ല. എന്റെ ശാരീരിക ശക്തിയിൽ ഞാൻ അഹങ്കരിച്ചു പോയി. അങ്ങ് എന്റെ അഹങ്കാരം ഇല്ലാതാക്കി. ഹനുമാൻ സ്വാമി ഭീമനോട് ക്ഷമിക്കുകയും അദ്ദേഹത്തെ അനുഗ്രഹിക്കുകയും ചെയ്തു. ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഗുണപാഠം, നമ്മുടെ കഴിവുകളിൽ നാം ഒരിക്കലും അഹങ്കരിക്കാൻ പാടില്ല. അഹങ്കാരം നാശത്തിന് കാരണമാകുന്നു. ഭീമൻ തന്റെ ശക്തിയിൽ അഹങ്കരിച്ചപ്പോൾ ഭഗവാൻ ഹനുമാനിലൂടെ ആ അഹങ്കാരം തകർത്തു. വിനയമാണ് ഏറ്റവും വലിയ ഗുണം. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ.